പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്തിലെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളായിരിക്കും എന്നൊരു വിവാദ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും തന്റെ ഓഫീസിന്റെ അന്തസ്സ് മോദിയോളം താഴ്ത്തിയിട്ടില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചിട്ടുണ്ട്. പ്രതികരണം കേൾക്കാം. അതിനുശേഷം ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ഉണ്ടാകും വിവരങ്ങളുമായി. तुम उसे छीनने की बात कर रहे हो अपने मैनिफेस्टो में। गोल ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे। और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है। भाइयों बहनों, ये अर्बन नक्सल की सोच, मेरी माताओं बहनों, ये आपका मंगल सूत्र भी बचने नहीं देंगे, यहां तक जाएंगे मैं कहने आया. പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിനെതിരെ CPI-ML തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. ബൽറാം, രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സമ്പത്തിന്റെ വലിയ ഭാഗം മുസ്ലിങ്ങൾക്ക് നൽകും എന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വിവാദമായ പരാമർശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനെതിരെ എന്ത് തരം നടപടികളിലേക്കാണ് കോൺഗ്രസ് കടക്കാൻ ആലോചിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഇന്നലെ വൈകിട്ട് രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിവാദ പരാമർശം നടത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി പ്രധാനമന്ത്രി പ്രചരണ രംഗത്ത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ പ്രത്യേകിച്ചും കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്, കടന്നാക്രമിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കെതിരെ നടത്തിയ വിമർശനമായിരുന്നു ഇത്തരത്തിൽ വിവാദ പരാമർശത്തിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക അർബൻ നക്സലുകളുടേതാണ് എന്നും ഇത് മാവോയിസ്റ്റിന്റെ വിത്ത് പാകുന്നതാണ് എന്നും പറഞ്ഞ പ്രധാനമന്ത്രി കോൺഗ്രസ് ഈ പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകുന്ന സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്നുള്ളതിനെ പ്രധാനമന്ത്രി അത് ഈ കാര്യം എന്നുള്ളത് ജനങ്ങളുടെ സ്വത്തുക്കൾ, സ്വർണം, വെള്ളി അടക്കമുള്ളവ സർവേ നടത്തും എന്നും അത് പിടിച്ചെടുക്കും എന്നുമാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത് എന്നും ഇത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ മൻമോഹൻ സിംഗ് നേരത്തെ UPA സർക്കാരിന്റെ കാലത്ത് രാജ്യത്തെ സ്വത്തിൽ പ്രഥമാവകാശം മുസ്ലിങ്ങൾക്കുണ്ട് എന്ന പരാമർശം നടത്തിയിട്ടുണ്ട് എന്നും അങ്ങനെയെങ്കിൽ ഈ സ്വത്തുക്കൾ ആർക്കാണ് കൊടുക്കുക എന്ന ചോദ്യം ഈ പ്രവർത്തകരോടായി പ്രധാനമന്ത്രി ചോദിക്കുകയായിരുന്നു. ഒപ്പം തന്നെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഈ പണം നൽകാൻ അനുവദിക്കില്ല, നിങ്ങളുടെ താലിമാല പോലും ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകുമെന്നും അതിന് താൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള പരാമർശം പ്രധാനമന്ത്രി നടത്തി. ഇതാണ് വിവാദമായിരിക്കുന്നത്. ഇത് ഒരു പ്രധാനമന്ത്രിയും ഒരു കാലത്തും ഉപയോഗിക്കാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. എക്സിലൂടെയാണ് കോൺഗ്രസ് നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. അതിൻ്റെ ലീഗൽ ടീമുമായും ഒപ്പം തന്നെ ഫാക്ട് ചെക്കിംഗ് ടീമുമായും കോൺഗ്രസ് ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. ഇന്ന് തന്നെ പരാതി നൽകാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. അതേസമയം CPI-ML ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ വിവാദ പരാമർശത്തിന്റെ യൂട്യൂബ് ലിങ്കുകളും ഈ വിവാദ പരാമർശം നടത്തിയ ഭാഗങ്ങളും ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിശദമായ പരാതി ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. ശരി ബൽറാം, രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നടത്തിയ വിവാദ പരാമർശം അത് രാജ്യത്തിന്റെ സമ്പത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് നൽകും എന്നുള്ളതായിരുന്നു. ഈ വിവാദ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. CPI-ML ഇതിനോടകം തന്നെ ആ വിവാദ പരാമർശങ്ങൾ അടങ്ങിയ ദൃശ്യങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി നൽകുന്ന വിവരം.